ഇടക്കൊച്ചിയിലെ കായൽ വേലിയേറ്റം തടയാൻ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് പ്രതിഷേധം. വെള്ളത്തിലിറങ്ങി ജനകീയ തടയണ തീർത്താണ് പ്രദേശത്തെ കുടുംബങ്ങൾ പ്രതിഷേധിക്കുന്നത്. കായൽ വേലിയേറ്റം മൂലമുള്ള വെള്ളക്കെട്ട് തടയുന്നതിന് ഒരു ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടാണ് ഇവിടെ ഇടക്കൊച്ചി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു മനുഷ്യ തടയണ തന്നെ തീർത്തിരിക്കുന്നത്. വെള്ളത്തിലിറങ്ങിയാണ് ഇത്. നിരവധി കുടുംബങ്ങളിലെ ആളുകളൊക്കെ തന്നെ വെള്ളത്തിലിറങ്ങിയാണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിഷേധം നടക്കുന്നത്. കാലാകാലങ്ങളായുള്ള ഈ പ്രദേശത്തെ ഒരു ആവശ്യമാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് തടയാൻ ഒരു തടയണ നിർമ്മിക്കണമെന്ന ആവശ്യം. എന്നാൽ വർഷങ്ങളായിട്ടും ഇത്തരത്തിൽ ഇതിനൊരു ശാശ്വത പരിഹാരം കാണുവാൻ അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു ശ്രമവും ഉണ്ടായിട്ടില്ല. ഇടക്കൊച്ചിയിലെ ജനത അനുഭവിക്കുന്ന ദുരിതം കാലാകാലങ്ങളായിട്ട് ഈ 5 വർഷത്തിന് ശേഷം ഇത്രയധികം രൂക്ഷമായിട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എല്ലാവരും വെള്ളത്തിലാണ്. വൃശ്ചിക വേലിയേറ്റം എന്ന് പറയുമ്പോഴും വൃശ്ചികം കഴിഞ്ഞു, ധനു കഴിഞ്ഞു, മകരം കഴിഞ്ഞു, കുംഭം കഴിഞ്ഞു, ഇപ്പോൾ കർക്കിടകത്തിലേക്ക് വരുമ്പോഴും വേലിയേറ്റം കൊണ്ട് ജനങ്ങൾ ദുരിതത്തിലാണ്. ഈ ദുരിതത്തിനൊരു ആശ്രിത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുട്ടാത്ത വാതിലുകളില്ല. ഇപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വേണ്ടതായിരുന്നു താൽക്കാലിക തടയിണ നിർമ്മിക്കുക. ഇപ്പം മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കാത്ത കൗൺസിലർമാരും മറ്റധികാരികളും ഇത് കണ്ടെങ്കിലും ഈ ഇടക്കൊച്ചിയെ പരിഗണിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഈ ഒരു പ്രതിഷേധം. വീട്ടിലുള്ള സാധനം കംപ്ലീറ്റ് പോയിക്കണേ മക്ക ഈ സാധനമൊക്കെ ഇട്ടൊന്ന് അങ്ങോട്ട് കാണിച്ചു തരാഞ്ഞ്. അതേപോലെയാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾക്ക് ഇനി ആരാടും ഒന്നും പറയാനില്ല. വെയിസിലിരുന്നപ്പോഴാണ് ഇതൊക്കെ ചെയ്തേക്കണത്. ഇത് ഇവിടെ കലിങ്കടച്ചിരുന്നേച്ച സ്ഥലമാണിത്. ഞങ്ങൾ ഇന്ന സമരത്തിനിറങ്ങും. കൗൺസിലർമാർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഇതൊരു സൂചനയാണ്. ഇതൊരു വീണ്ടും ഞങ്ങൾ സൂചനയോട് കൂടി ചെയ്യും. ഇവിടെ ഞങ്ങളുടെ നമുക്ക് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പിള്ളേരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ സ്വാതന്ത്ര്യം വെള്ളത്തിൽ കൂടെയാണ് ഇവര് എല്ലാ ദിവസവും സ്കൂളിൽ പോണത്. അപ്പൊ ഞങ്ങളുടെ എഡ്യൂക്കേഷനുള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചു. ഞങ്ങൾക്ക് ഇവിടെ നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം, എഡ്യൂക്കേഷൻ സ്വാതന്ത്ര്യം അങ്ങനെ എല്ലാം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിന് പരിഹാരം തന്നെ വേണം. ഒരു കൂട്ടം ജനങ്ങളാണ് ഇത്തരത്തിൽ അവരുടെ സ്വതന്ത്രമായി അല്ലെങ്കിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനു വേണ്ടി, അവർ ജനിച്ച നാടിൽ സുരക്ഷിതമായി താമസിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു അവകാശ പോരാട്ടമായി കാണുന്നത്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ ആളുകൾ ഇവിടെ നിന്ന് ഈ വെള്ളത്തിലിറങ്ങി സമരം നടത്തുന്നത്. മറ്റു വഴികളില്ലാത്ത അതിജീവന സമരങ്ങൾ ഇതല്ല. നമ്മൾ ചെല്ലാനത്തടക്കം പല വർഷങ്ങളിൽ കാണുന്നുണ്ട്. പരിഹാരമാകുമോ എന്ന് കാത്തിരുന്നും കാണാം.